Hello friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ മീൻകറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ മീൻകറി വെക്കാറുള്ളത്. നല്ല കിട്ടു ടേസ്റ്റ് ആണ്. ചോറൊക്കെ കഴിക്കുമ്പോൾ എത്ര ചോറ് വേണമെങ്കിലും ഈ ഒരു കറി കൂട്ടിയിട്ട് കഴിച്ചു പോകും. അത്രയും രസമാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ട്രിവാൻഡ്രം സൈഡിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻകറി വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ മീൻകറി എന്ന് പറയുന്നത് ആവോലി വെച്ചാണ്. ഞാൻ നന്നായി കഴുകി കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 700 ഗ്രാമോളം വരും കേട്ടോ ഇത്. പിന്നെ ഞാനിവിടെ ഒരു നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അതിനകത്ത് പകുതി നമുക്ക് അരയ്ക്കാൻ വേണം, പിന്നെ ബാക്കി കുറച്ച് നമുക്ക് പാലിനായിട്ടും കൂടി വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ്. ഇതൊന്ന് പാനിലോട്ട് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായി ഫ്രൈ ആവരുത്, കളർ മാറാത്ത വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴല്ലോ ഒരു 3-4 വേപ്പില എന്ത് ചെയ്യുക, ഒന്ന് ഇട്ട് കൊടുക്കുക ഈ പൊടിയിലേക്ക്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ആ ഒരു ചൂടുണ്ടല്ലോ അത്രയും ചൂടിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നാളികേരം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാം. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനൊരു ജാറിലേക്ക് ബാക്കിയുള്ള നാളികേരം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അത് അടിച്ച് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് പാലെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ 2 കുടംപുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അവസാനം നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കാം. അപ്പോൾ മീൻകറി എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. തിളച്ച് വരുമ്പോഴൊക്കെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മണവും അതുപോലെ തന്നെ പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കരുത്, ചട്ടി ഒന്ന് പിടിച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കാരണം നമുക്ക് എപ്പോഴും നാടൻ കറിക്ക് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ആ ഒരു നാടൻ ഫ്ലേവർ നമുക്ക് മിസ്സാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു നാടൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ see you with another one. Until then, take care. Assalamu alaikum.